ഹായ് ഫ്രണ്ട്സ്, കുറച്ച് ദിവസം മുന്നേ ഞാൻ എൻ്റെ ചാനലിൽ ഒരു ആലിയ കട്ട് കുർത്തി തയ്ക്കുന്ന ഒരു വീഡിയോ ഇട്ടിരുന്നു കേട്ടോ. ഷോർട്ട് വീഡിയോ ആയിരുന്നു. എൻ്റെ ചാനലിൽ ഇത്ര നാൾ ഞാനിട്ട വീഡിയോസിൽ ഏറ്റവും കൂടുതൽ വ്യൂസ് കിട്ടിയ വീഡിയോ കേട്ടോ. അത് 4K വ്യൂസ് ഉണ്ട്. അപ്പോൾ എനിക്കത് വലിയ കാര്യമാണ് കേട്ടോ. അതിലൊരു ചേച്ചി അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഇടാൻ പറ്റുമെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, ബിഗിനേഴ്സിന് നന്നായിരിക്കും എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ അങ്ങനെ ഒരു വീഡിയോ ഇടാന്ന് വിചാരിച്ചു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ എടുത്തു വെച്ചിട്ടില്ല. അപ്പോൾ വേറൊരു ടോപ്പ് അതേപോലെ തയ്ക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ആർക്കെങ്കിലുമൊക്കെ ഞാൻ തയ്ക്കണത് വെച്ചിട്ട് അങ്ങനെ തയ്ക്കാൻ പറ്റുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് നല്ല കാര്യമല്ലേ. പിന്നെ പ്രൊഫഷണൽസ് ടൈലർമാർ പറയണ പോലെ ഒന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ എൻ്റെ രീതിയിൽ പറഞ്ഞു തരാം. അപ്പോൾ കൂടുതൽ പറയണില്ല, നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം കേട്ടോ. ഈ സാരി വെച്ചിട്ടാണ് നമ്മൾ തയ്ക്കണത്. ക്രീം കളർ സാരിയാണ്. അപ്പോൾ നമ്മൾ അളവിന് വേണ്ടിയിട്ട് ഒരു ഡ്രസ്സ് കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് അളവെടുക്കാനായിട്ട് ഇതും അമ്പർല കട്ട് ടോപ്പ് തന്നെയാണ് കേട്ടോ. അല്ല നമുക്ക് സ്ലിറ്റ് ഇട്ട് തയ്ച്ചിട്ടുള്ള ടോപ്പാണെങ്കിലും അതിൽ നിന്നും അളവെടുത്ത് തയ്ക്കാം കേട്ടോ. ആദ്യം തന്നെ നമ്മൾ ഈ അളവിനെടുത്ത ഈ ഡ്രസ്സ് ഉണ്ടല്ലോ, അതിൻ്റെ ഇവിടം തൊട്ട് ഈ കൈയിൻ്റെ ഇവിടെ ഉണ്ടല്ലോ, ഈ ഇവിടം തൊട്ട് ഈ ഇവിടം വരെ ഉള്ള അളവ് നമുക്കൊന്ന് ഇതിൽ അളന്നു നോക്കാം. ഞാൻ ഒരു കൈ കൊണ്ട് ഫോൺ പിടിച്ചിട്ട് അടുത്ത കൈ കൊണ്ടാട്ടോ അളക്കണേ. അപ്പോൾ അതാണ് ഒരു ഷെയ്ക്കൊക്കെ വരണത് കേട്ടോ ഫോണിന്. അപ്പോൾ നമുക്ക് 22 കിട്ടിയിരിക്കണേ. ഇനി നമുക്ക് ഈ കിട്ടിയ അളവിന് നമ്മുടെ തുണി ഉണ്ടല്ലോ, വെട്ടേണ്ട തുണി, ഈ തുണി ഈ അളവിൻ്റെ പകുതിക്ക് വെച്ച് പകുതി അളവ് എടുത്തിട്ട് മടക്കപ്പോൾ 22 വെച്ചിട്ടുണ്ടെങ്കിൽ 11. അപ്പോൾ ഞാൻ 11 അല്ല, ഒരു 12.5 ഇട്ട് എടുത്തിട്ട് ഇത് വെച്ച് ഇങ്ങനെ മടക്കിയിടുക, പകുതിയാക്കി മടക്കിയിട്ടിട്ട് അപ്പോൾ ഇങ്ങോട്ട് അതിൻ്റെ പകുതി അളവും പിന്നെ നമുക്ക് ഇറക്കെടുക്കണം. ഇറക്കം ഇതുമ്മേ 12.5 ഇറക്കം. 12.5 എന്ന് പറയുമ്പോൾ 1 ഇഞ്ച് മുകളിലും 1 ഇഞ്ച് അടിയിലും അടിച്ച് കളയാളെ ഇത് നമ്മൾ കാണണം. അതായത് കണ്ട ഇതും പിന്നെ മുകളിൽ ഷോൾഡർ യോജിപ്പിക്കാനുള്ളതും. അപ്പം ഇത് 12.5 ആകുമ്പോൾ ഇതും കൂടി കൂട്ടുമ്പോൾ നമുക്ക് 13.5. അപ്പോൾ ആ ഒരു അളവ് ഇതുമ്മ അടിയിലേക്കും എടുത്തിട്ട് വെട്ടി 2 പീസ് എടുക്കണം നമുക്ക് വെട്ടിയിട്ട് കേട്ടോ. ഇപ്പോൾ അതേ നമ്മൾ ഇവിടെ നിന്ന് 13.5 എടുത്ത് അടയാളപ്പെടുത്തിയിട്ട് ഒരു ലൈൻ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഒരു ഇത് നമുക്ക് വെട്ടിയെടുക്കണം. അതേപോലെ തന്നെ നമുക്ക് ഇവിടെ നിന്നും ഇതേപോലെ ഒരു പീസ് വെട്ടണം കേട്ടോ. അതിപ്പോൾ ഒരുമിച്ചിട്ട് വെട്ടിയാലും മതി. ഞാൻ പക്ഷേ 2ആയിട്ട് വെട്ടിയിരിക്കണം. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ചെറുതായിട്ട് ഇങ്ങനെ എഴുതി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഒരുമിച്ചിട്ട് വെട്ടുമ്പോൾ ചിലപ്പോൾ ഒരു കയറ്റിറക്കമൊക്കെ വരും. അപ്പോൾ അതില്ലാണ്ടിരിക്കാനായിട്ട് ഒറ്റയ്ക്ക് വെട്ടണം. അപ്പോൾ ഇതിങ്ങനെ വെട്ടിയെടുക്കാം. ഇതേ അളവിൽ നമുക്ക് വേറൊരെണ്ണം ഇവിടെ നിന്ന് വെട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്കിത് ഇങ്ങനത്തെ 2 പീസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിൽ നമുക്ക് നമ്മുടെ കഴുത്തും ഷോൾഡറും റിഗാളൊക്കെ അടയാളപ്പെടുത്തിയിട്ട് ഇത് രണ്ടിലും ഒരേപോലെ തന്നെ വരച്ച് വിട്ടാട്ടോ. ഇപ്പോൾ ഇതേ നമ്മൾ ഇതിൽ കഴുത്ത് ഞാൻ 3.25 അടയാളപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. ഇതേ കണ്ട 3.25, പിന്നെ ഷോൾഡർ ഒരു 3.5 അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് പിന്നെ അടിയിലേക്ക് എനിക്ക് 6 എടുത്തിരിക്കണേ. 6.5 അപ്പോൾ 1 ഇഞ്ച് മുകളിൽ അടിച്ചു പോണത് കൊണ്ട്, അല്ല 5.5 അപ്പോൾ 1 ഇഞ്ച് മുകളിൽ അടിച്ചു പോണത് കൊണ്ട് 6 എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ നിന്നൊക്കെ ഇങ്ങനെ നീട്ടി വരച്ചിട്ട് റിഗാൾ വരയ്ക്കാനായിട്ട് ഇതിങ്ങനെ വെച്ചിട്ട് റിഗാൾ വരച്ചിട്ടുണ്ട്. അല്ലാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 1.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ട് അത് ഇങ്ങനെ വരച്ചാലും മതി. ഫ്രണ്ട് ഭാഗം നമുക്കൊരു ലേശം ഇങ്ങനെ ഒന്ന് കുഴിച്ച് ഇങ്ങനെ വെട്ടുമ്പോൾ അതങ്ങ് വെട്ടാട്ടോ. അങ്ങനെ ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. അപ്പോൾ ഇത് നമ്മളിങ്ങനെ വെട്ടിയിട്ടുണ്ട്. ഇവിടെ കുഴിച്ച് വെട്ടിയിട്ടില്ല കേട്ടോ. അത് ഈ 2 തുമ്മിയും വെട്ടിയതിന് ശേഷം ഫ്രണ്ട് ഭാഗം ഏതാണോ അതുമ്പോൾ മാത്രം ജസ്റ്റ് ഇവിടേക്ക് ഒന്ന് കയറ്റി ഒരു കുഴിച്ച് ഇങ്ങനെ ഒന്ന് വെട്ടിയെടുത്താൽ മതി. ഇനി ഫ്രണ്ട് പാർട്ടിൽ നമ്മൾ ആലിയ കട്ട് പോലെ വെട്ടണമല്ലോ, അതിനായിട്ട് നമ്മൾ ഈ അടിയിൽ നിന്ന് ഒരു 5 ഇഞ്ച് മുകളിലേക്ക് അടയാളപ്പെടുത്തണം. 5 ഇഞ്ച് നമ്മൾ ഇങ്ങനെ വെച്ചിട്ട് മുകളിലേക്ക് അടയാളപ്പെടുത്തി ഇവിടെ മാർക്ക് ചെയ്തിട്ട് നമുക്ക് ഇവിടെ അതേപോലെ തയ്യൽ തുമ്പ് ഒരു 2 ഇഞ്ച് വിട്ടതിന് ശേഷം ആ 2 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തി ഈ പോയിന്റിൽ നിന്ന് ഈ 5 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തുന്ന പോയിന്റ് ഉണ്ടല്ലോ അവിടേക്ക് ഇങ്ങനെ ഒരു വര വരയ്ക്കണം നമുക്ക്. അപ്പോൾ നമ്മൾ അങ്ങനെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഈ തയ്യൽ തുമ്പ് എന്നുള്ളത് നമുക്ക് 1.5 ആക്കാം. ചിലവർ 1 ഇഞ്ചൊക്കെ ഇടുള്ളൂ കേട്ടോ തയ്യൽ തുമ്പ്. ഞാൻ 2 ഇഞ്ച് ഇടും. നമുക്ക് അഴിച്ചിട്ടാണെങ്കിലും നമ്മളൊന്ന് വണ്ണം വെച്ചാലും ഇടാലോ.
അപ്പോൾ കുറേ നാൾ യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ വരച്ചിട്ടുണ്ട്. ഇനി ഈ ഭാഗം നമുക്ക് വെട്ടി മാറ്റാം. അപ്പോൾ അതേ ഇത് നമ്മളിങ്ങനെ മുറിച്ച് മാറ്റിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതേപോലൊരു പീസ് കിട്ടും. കണ്ടോ? ഇനി നമുക്ക് ഇവിടെ നമുക്കിങ്ങനെ അടിച്ചു കൊടുക്കാൻ തുണി വേണ്ടേ? ആ തുണി നമ്മളിവിടെ ഞെറിയിട്ടിട്ടാണ് അടിക്കുന്നത്, ഫുള്ള് ഇങ്ങനെ ഞെറിയിട്ടിട്ട്. അപ്പോൾ അതിനായിട്ട് ഇവിടം തൊട്ട് ഇങ്ങനെ, അതായത് ഇതേ ഇങ്ങനെ, ഇപ്പോൾ അത് ഇങ്ങനെ ഇവിടെ നിന്ന് ഇങ്ങനെ 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 അളവെടുത്ത് ഇവിടം വരെ എത്രയുണ്ടെന്ന് നോക്കണം. ഈ പോയിന്റിൽ നിന്ന് ഈ പോയിന്റ് വരെ. അപ്പോൾ അതിനായിട്ട് നമ്മളിതിങ്ങനെ ഇട്ടിട്ട് ഒറ്റ കൈ കൊണ്ട് ചെയ്യണത് കൊണ്ട് നല്ല ബുദ്ധിമുട്ടുണ്ട് കേട്ടോ. അതിൻ്റെയാണ് ഇപ്പോൾ ഇവിടം വരെ 12, ഇവിടെ നിന്ന് അങ്ങോട്ട് 14. അപ്പോൾ നമുക്ക് 14ആണ് വേണ്ടത്. 14ആണ് നമുക്ക് കിട്ടിയത്. ഇനി അപ്പോൾ ഇങ്ങോട്ടും 14 ആയിരിക്കും. അപ്പോൾ 14 + 14 ചെയ്യാം. അപ്പോൾ നമുക്ക് ഫുൾ അളവ് കിട്ടും. അപ്പോൾ നമുക്ക് ഇവിടം തൊട്ട് ഇവിടം വരെയുള്ളത് 28 നമുക്ക് കിട്ടിയത്. ഈ 28 × 3 ചെയ്യണം കേട്ടോ. 28 × 3 നമുക്ക് 84 കിട്ടും. ഇനി നമ്മൾ ഇതിന് ഈ തുണിയുമേ ഈ ഇങ്ങനെ വീതി വെച്ചടിക്കുന്നത് ഈ 84 അടയാളപ്പെടുത്തിയിട്ട് അതിൻ്റെ പകുതിയാക്കിയിട്ട് മടക്കുക. അതിൻ്റെ ഒപ്പം നമുക്ക് ഇറക്കം കിട്ടണം. ഇറക്കം കിട്ടാനായിട്ട് നമ്മളിവിടെ ഈ എടുത്തിട്ടുള്ളത് ഉണ്ടല്ലോ, ഇതിൻ്റെ ഈ ഷോൾഡറിൻ്റെ ഇവിടം തൊട്ട് അടിയിലേക്ക് ഇവിടം വരെ എത്രയാണെന്ന് നോക്കാം. ഇതിപ്പോൾ ഇത് 42, പക്ഷെ ഒരു 45 ഇറക്കം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ ഫുള്ളായിട്ട്. അപ്പോൾ നമുക്ക് വീതിയും നീളവും കിട്ടി. ഇനി നമുക്കത് വെട്ടാം. അപ്പോൾ നമുക്ക് ടോട്ടൽ വീതി 84 കിട്ടി. ഈ 84ൻ്റെ പകുതി 42 നമ്മളത് ഒരു സൈഡിലേക്ക് 42. അപ്പോൾ അത് രണ്ടാക്കി മടക്കിയിട്ടിട്ട് 42 നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ, ഫുള്ളായിട്ട് 42. അപ്പോൾ 42 42 84 നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇറക്കം, ടോട്ടൽ ഇറക്കം നമ്മൾ 45ആണ് പറഞ്ഞത്. ആ 45-ൽ നമ്മൾ ബോഡി പാർട്ട് ഒരു 13.5 ഉണ്ടായിരുന്നല്ലോ. ആ 13.5 നമ്മൾ കുറയ്ക്കണം. ആ 13.5 കഴിച്ചിട്ട് ബാക്കിയുള്ളതാണ് ഇതിൽ അടയാളപ്പെടുത്തേണ്ടത് കേട്ടോ. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ടോട്ടൽ നമുക്ക് 45 ഇഞ്ചാണ് വേണ്ടത്. അതിൽ 45-ൽ ഇത് ഇവിടം വരെയുള്ള ഈ 13.5 ഇഞ്ച് നമുക്ക് ഓൾറെഡി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള അളവാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നമുക്ക് 31.5 ഇഞ്ച്, ഇവിടെ നിന്ന് ഇങ്ങോട്ടുള്ള ഇത് 31.5 ഇഞ്ച്, അതിൻ്റെ ഒപ്പം പ്ലസ് ഒരു 1 ഇഞ്ച് ചേർക്കണം. അപ്പോൾ 32.5 ഇഞ്ച്. ഈ അര ഇവിടെ അടിച്ചു പോണതും ഇവിടെ അടിക്കാനുള്ളതാട്ടാ. അത് നമ്മൾ അടിയിൽ നിന്ന് 32.5 ഇഞ്ച് ഇങ്ങോട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു 5 ഇഞ്ച് നമ്മൾ മോൾ ഭാഗത്തേക്ക് ഇങ്ങനെ കൂർത്ത് നിൽക്കണമല്ലോ. അപ്പോൾ അവിടെ 5 ഇഞ്ച് വെട്ടിക്കളഞ്ഞത് ഇവിടെ നമുക്ക് 5 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തണം. അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് 5 ഇഞ്ച് കൂടുതൽ അടയാളപ്പെടുത്തി. അത് കൂടാണ്ട് ഈ സൈഡിൽ നമുക്ക് ഇവിടെ നിന്ന് 32.5 ഇഞ്ച് നമ്മളിത് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഈ 32.5-ൽ നിന്ന് ഈ 5 ഇഞ്ച് നമ്മൾ ഇവിടെ നിന്ന് കൂട്ടി അടയാളപ്പെടുത്തിയിട്ടുണ്ടല്ലോ, ഇവിടേക്ക് വരയ്ക്കണം. നമ്മളത് ഇവിടെ നിന്ന് ഇങ്ങനൊരു വര വരച്ചിട്ടുണ്ട്. ഇനി ഇത് നമ്മൾ വെട്ടി മാറ്റണം കേട്ടോ. നമ്മളിത് അവിടെ കയറ്റിയിട്ടും ഇങ്ങോട്ട് ചെരിച്ചും ഇതിങ്ങനെ വെട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ബാക്ക് ഭാഗം വെട്ടണം. അതിനായിട്ട് ഇവിടെ നിന്ന് വരെ നമ്മൾ 12 എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 12 × 3 ചെയ്യാം. അപ്പോൾ നമുക്ക് കിട്ടണത് ഇങ്ങനെ ഒരു ഭാഗത്തത് അത് വെച്ചിട്ട് നമുക്ക് വെട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ അതായത് നമുക്ക് ആ 36 നമ്മൾ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ബാക്കിൽ നമ്മൾ ഞെറിയിട്ടിട്ട് അടിക്കണം കേട്ടോ 36. അപ്പോൾ അതേ അടിയിൽ വേറെ തുണിയുണ്ട്, അങ്ങനെ വെച്ചിട്ട് വേണ്ട വെട്ടാൻ, തെറ്റരുത്.
അപ്പോൾ ഇതേ 36 വെച്ചിട്ട് ഇനി നമുക്കിത് വെട്ടിയെടുക്കാം. ഇനി നമുക്ക് ഇറക്കാം. ഇതേപോലെ 32 അരി എടുത്തിട്ട് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി ഇത് നമുക്കിങ്ങനെ വെട്ടാട്ടോ. അപ്പോൾ ഇതേ 12x3 നമുക്ക് 36. ആ 36ന് ഇത് അടയാളപ്പെടുത്തി നമ്മൾ അത് അടയാളപ്പെടുത്തിയിട്ട് അതുപോലെ നമുക്ക് അവിടം തൊട്ട് ഇവിടം വരെ 32.5 അതും അടയാളപ്പെടുത്തി നമ്മൾ വെട്ടിൻ്റെ. ഇത് ബാക്കിൽ ഞൊറി വയ്ക്കാനുള്ളതും ബാക്ക് ബോഡിയും നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഫ്രണ്ട് ഭാഗവും അതിൻ്റെ ബോഡി അത്രയും നമുക്ക് കിട്ടിയിട്ടാണ്. നമ്മൾ കയ്യും കൂടി വെട്ടിയിട്ടുണ്ട്. കൈ ഞാൻ ഇതേപോലെ ഒരു പാറ്റേൺ വെട്ടി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് വെച്ചിട്ടാണ് വെട്ടിയത്. ഇനിയിപ്പോൾ കൈയിൻ്റെ ഇടയിൽ ചെറുതായിട്ട് ഫ്രില്ല് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ഇതേപോലെ തുണി എടുത്തിട്ട് നമ്മൾ ഫ്രില്ല് വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് അലിയക്കട്ടിൻ്റെ വെട്ടണ പരിപാടി തീർന്നു. ഇതേപോലെയൊക്കെ ലൈനിങ്ങും വെട്ടി കൊടുത്താൽ മതി കേട്ടോ. ലൈനിങ്ങിൽ വെട്ടുമ്പോൾ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബോഡി പാർട്ട് കഴിഞ്ഞ് അടിഭാഗം വരുമ്പോൾ ഫ്രില്ലിട്ട് കൊടുക്കണ്ട. അത് ഇത്തിരി വീതിയിൽ നമ്മൾ ഇങ്ങനെ എന്താ പറയുക വെട്ടി കൊടുത്താൽ മതി. ഫ്രില്ല് വേണ്ട. അതായത് ഇരട്ടി തുണി എടുക്കുക. ഇരട്ടിയല്ല, ഇൻറ്റു 3 ചെയ്തിട്ടാണല്ലോ നമ്മൾ ഞെറിയിടാനായിട്ട് ഇങ്ങനെ ഞെറിയിട്ട് കൊടുക്കാനായിട്ട് ചെയ്തത്. അത്ര എടുക്കണ്ട. കറക്റ്റ് അളവിനെ കുറച്ച് കൂടുതൽ എടുത്താൽ മതി, തടയാണ്ടിരിക്കും. അപ്പോൾ നമ്മുടെ കുർത്തിയുടെ കട്ടിങ്ങിൻ്റെ ഭാഗം അവിടെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി സ്റ്റിച്ചിങ് ആണ്. കട്ടിങ് എനിക്കറിയണ പോലെ ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതിലെന്തെങ്കിലും ഡൗട്ട് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിച്ചാൽ മതി, ഞാൻ റിപ്ലൈ തരാം. പിന്നെ ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് വേണ്ടവരും കമൻറ്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ.